മക്കളെ, ഇന്ന് നമുക്ക് തും ജിയോ അസാരോൻ സാൽ സാലിക്കെ ദിൻ ഹോ 50,000 എന്ന കഹാനിയുടെ സമ്മറി നോക്കാം. അതായത് ഇത് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സമ്മറി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എടുക്കുന്നത്. എല്ലാവരും കാണാം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റുകളൊക്കെ ഞാൻ നോക്കാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ. നെഗറ്റീവ് കമന്റിന് നിങ്ങൾ തന്നെ കൊടുക്കുന്ന മറുപടിയൊക്കെ കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. തും ജിയോ അസാരോൻ സാൽ സാലിക്കെ ദിൻ ഹുവ 50,000 എന്ന കഹാനി എഴുതിയത് സിറാജ് ഹുസൈനാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. ഇതിൽ നിമ്മിയാണ് ഇതിലെ കഥാപാത്രം. നിമ്മിയും അതുപോലെ തന്നെ മുത്തശ്ശനുമുണ്ട്. നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേക്ക് അവൾക്ക് എല്ലാവരും സമ്മാനങ്ങൾ നൽകുന്നു. ആ കൂട്ടത്തിൽ അവൾക്ക് വിനോദ് അങ്കിളും സമ്മാനം നൽകി. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിനോദ് അങ്കിൾ നൽകിയ സമ്മാനമാണ്. അതൊരു ബർത്ത്ഡേ കാർഡായിരുന്നു. എങ്കിലും അത് അവൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതിൽ കാർട്ടൂൺ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അതിൽ ഇങ്ങനെ 2 ലൈനുകൾ ഉണ്ടായിരുന്നു, ഈരടികൾ, കവിതയുടെ. എന്തായിരുന്നു? തും ജിയോ ഹസാരോം സാൽ സാലിക്കെ ദിൻ ഹോ 50,000. നിങ്ങൾ 1000 വർഷങ്ങൾ ജീവിക്കട്ടെ. നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 50,000 50,000 ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്നായിരുന്നു അതിലെഴുതിയത്. അത് കണ്ടപ്പോൾ അവൾക്ക് അതിന്റെ അർത്ഥം അങ്ങോട്ട് പിടികിട്ടിയില്ല. അപ്പൊ അവൾ അതുമായിട്ട് നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ, ആരെങ്കിലും 1000 വർഷമൊക്കെ ജീവിക്കോ? തും ജിയോ അസാരോം സാൽ എന്നാണല്ലോ പറഞ്ഞത്. അസാരോം പറഞ്ഞ 1000, സാൽ വർഷം. അപ്പൊ 1000 വർഷം ആരെങ്കിലും ജീവിക്കുമോ എന്ന് അവള് മുത്തശ്ശനോട് ചോദിക്കുന്നു. അപ്പൊ മുത്തശ്ശൻ പറയാണ്, അത് 1000 വർഷം ജീവിക്കുക എന്നതല്ല അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് പിന്നെ അതിന്റെ അർത്ഥം എന്ന് അവൾ ചോദിക്കുകയാണ്. ആ മുത്തശ്ശൻ പറയാണ്, അതായത് അതൊരു തരത്തിലുള്ള ഒരു ദുവ, അതൊരു തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പോഴും ലോകത്തിലുള്ള എല്ലാവരും ഓർക്കുന്ന രീതിയിലുള്ള, എല്ലാവരും ഓർക്കുന്ന, നമ്മളെ എപ്പോഴും ഓർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തി നമ്മൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷവും അവര് നമ്മെ ഓർക്കും. അപ്പോൾ ആ നല്ല പ്രവൃത്തി ചെയ്ത് മരിച്ചു പോയ വ്യക്തി ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിലൂടെ ജീവിക്കും. അതാണ് 1000കണക്കിന് വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞത് എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോഴും അവൾക്കത് മനസ്സിലായില്ല. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, അതായത് മദർ തെരേസ, അമീർ ഖുസ്രോ, ഗാന്ധിജി മുതലായവരൊക്കെ ഉണ്ടല്ലോ, ഗാന്ധിജിയൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. എങ്കിലും ഇപ്പോഴും നമ്മൾ ഗാന്ധിജിയെ അറിയുന്നു. എങ്ങനെ? നമ്മുടെ മനസ്സിലൂടെ ഗാന്ധിജി ഇപ്പോഴും ജീവിക്കുന്നു അല്ലെ? അതുപോലെ 1000 വർഷം ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മുത്തശ്ശൻ പറയണം. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. പിന്നീട് മുത്തശ്ശനോട് അവൾ അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പോ മനസ്സിലായി എന്നും അവൾ പറയുന്നു. പിന്നീട് അവൾ പറയാണ്, വലിയ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ, വളരെ മഹത്തായ കാര്യമാണ് ഇതിൽ ഈരടികളായിട്ട് എഴുതിയിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പൊ മുത്തശ്ശൻ പറയുന്നു, അതെ, ഈ മഹത്തായ ഈ ഈരടികൾ എഴുതിയിരിക്കുന്നത് മിർസ ഗാലിബാണ്. മിർസ ഗാലിബ് കവിയാണ്, ഉറുദുവിലെ കവിയാണ് മിർസ ഗാലിബ് എന്ന് മുത്തശ്ശൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മുത്തശ്ശനോട് അവൾ പറയാണ്, മിർസ ഗാലിബിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരൂ. മിർസ ഗാലിബിന്റെ വേറെയും കവിതകൾ, വേറെയും ഈരടികൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് മുത്തശ്ശനോട് പറയുന്നു. മുത്തശ്ശൻ അവിടെ നിന്ന് പോവാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് അവൾ മുത്തശ്ശനെ തടഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. മുത്തശ്ശൻ പറയാണ്, ഞാൻ പിന്നെ ഒരു സമയം പറഞ്ഞു തരാം. മുത്തശ്ശൻ പറയുന്നു, നാനാ കോയി ഓർസെ ഷേർ കി ബാത്ത് ബതാവോനെ, അവനെയും പറഞ്ഞു തരാൻ വേണ്ടി പറയണം. ആ സമയത്ത് മുത്തശ്ശൻ പറയണം, അച്ഛാ ഗാലിബിക്ക് ഹി ബാത്ത് ബതാദോ, മേരാ മത്ലബ് ഗാലിബിക്ക്, അരേ അബ് ബാദ് മേ സുനാഊംഗാ, മുझे जरा സബ്ജി ലേനാ ജാനാ ഹെ.
ശരി, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അബ് ബാദമേ സുനാവുങ്ക. ഞാൻ അക്കാര്യങ്ങളൊക്കെ ഗാലിബിനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈരടികളെ കുറിച്ചും അതിന്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഒരു സമയത്ത്, ബാദമേ ശേഷം പറഞ്ഞു തരാം. അതൊക്കെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഇപ്പൊ എനിക്ക് എന്തുണ്ട്, അബി മുജെ സരാ സബ്ജി ലേനെ ജാനായ, എനിക്കിപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോവണം. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരുന്നുണ്ട്, പിന്നീട് ഒരു ദിവസം പറഞ്ഞു തരുന്നുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിലുള്ള സമ്മറി ഉള്ളത്. വളരെ രസകരമായിട്ടുള്ള ഒരു കുഞ്ഞു കഹാനിയാണിത്. എല്ലാവരും സമ്മറി കാണാൻ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എക്സാം ആയതാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സും കണ്ട് മനസ്സിലാക്കുക. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നോക്കുക, പഠിക്കുക. നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാം ആകുമ്പോൾ എല്ലാ ചാപ്റ്ററിനും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. ഇനി മുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്, ഓരോ ദിവസവും മോഡൽ ക്വസ്റ്റ്യൻസ് ഇടും, അതൊക്കെ നോക്കണം. ഓക്കെ, നാളെ ഇനി ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും എക്സാമിന് മുമ്പായിട്ട് നമുക്ക് എത്ര മോഡൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുമോ അത്രയും ആനുവൽ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചാപ്റ്ററും അടങ്ങുന്ന മോഡൽ ക്വസ്റ്റ്യൻ ഇടുന്നതാണ്. എല്ലാവരും കാണണം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ,